ഇപ്പം എവിടെ തിരിഞ്ഞാലും കാണാൻ കിട്ടുന്ന ഒരു സാധനമാണല്ലോ മാങ്ങ. അങ്ങനെ കുറച്ച് നല്ല അടിപൊളി മാങ്ങ കിട്ടിയപ്പോൾ മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ആവശ്യത്തിനുള്ള മാങ്ങ കഴുകി അതിൻ്റെ തൊലി കൈ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ശേഷം ഒരു മൺകലത്തിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണയും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നടുകേറി വെച്ച പച്ചമുളകും വേപ്പിലയും ഇട്ടിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ തൊലി കളഞ്ഞ് വെച്ച മാങ്ങ അതിലോട്ട് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചൊരു 15 മിനിറ്റ് വേവിക്കാം. ശേഷം അത് തുറന്നതിന് ശേഷം തേങ്ങയും ജീരകവും കൂടി അരച്ചിട്ടുള്ള അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കുറച്ച് ശർക്കര ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ക്രംബറിയുടെ തൈരും യോഗോട്ടുമാണ്. രണ്ടും ഒരേ അളവിലെടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതൊരു 10 മിനിറ്റ് തള വരുന്നത് വരെ നമുക്ക് ഗ്യാസിൽ വെക്കാം. ശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് സീസൺ ചെയ്തെടുക്കാനായി ഒരു പാനിലോട്ട് ആവശ്യത്തിന് ഗീ ഒഴിച്ച് കടുകും വറ്റൽ മുളകും വേപ്പിലയിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മാങ്ങാ പുളിശ്ശേരി റെഡി.